ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിനയവും ത്യാഗവും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നു. ഇന്ന് പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നൽകുന്ന സന്ദേശം നമുക്ക് വിചിന്തനം ചെയ്യാം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ജീവനുള്ള ത്യാഗം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ വാക്യം ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അവനുവേണ്ടി വിനയത്തിലും ത്യാഗത്തിലും ജീവിക്കാൻ ആവശ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ നമുക്ക് എങ്ങനെ ദൈവത്തിന് സ്വയം സമ്പൂർണമായി സമർപ്പിക്കാമെന്നും അവിടത്തേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാമെന്നും നമുക്ക് നോക്കാം. നമ്മൾ ജീവനുള്ള യാഗങ്ങളായി തീരണം. പഴയ നിയമത്തിൽ ബലികൾ ശാരീരിക ബലികളായിരുന്നു. ആരാധനയുടെയും ഭക്തിയുടെയും അടയാളമായി ബലിപീഠത്തിൽ മൃഗങ്ങളെ നൽകപ്പെടുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ റോമ 12:1 പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ ജീവനുള്ള യാഗങ്ങളായി തീരണം എന്നാണ്. ഇതിനർത്ഥം ബാഹ്യമായ എന്തെങ്കിലും നൽകുന്നതിന് പകരം നാം നമ്മെ തന്നെ, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പോരാട്ടങ്ങൾ പോലും ദൈവത്തിന് ഒരു ആരാധനയായി സമർപ്പിക്കണം എന്നാണ്. ഒരു ത്യാഗമായി ജീവിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുക എന്നതാണ്. അത് നമ്മുടെ പദ്ധതികളും അഭിമാനവും നമ്മുടെ ആശ്വാസവും അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് സമർപ്പിക്കുന്നതാണ്. വിനയമാണ് ത്യാഗത്തിൻ്റെ കാതൽ. ദൈവത്തിന് സ്വയം സമർപ്പിക്കാൻ നാം ആദ്യം അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിക്കണം. എളിമയുടെ ഉത്തമ മാതൃകയായി ഈശോ ജീവിച്ചു. അവൻ ദൈവപുത്രനാണെങ്കിലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനായി തന്നെ താഴ്ത്തി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഒടുവിൽ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. യഥാർത്ഥ വിനയം നമ്മെക്കുറിച്ച് കുറച്ച് താഴ്മയോടുകൂടി ചിന്തിക്കുന്നതും ദൈവേഷ്ടത്തിന് ഇടം നൽകുന്നതുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് ജീവിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ആവശ്യമുള്ളവരെ സഹായിക്കാൻ നമ്മുടെ സമയവും ഊർജവും വിഭവങ്ങളും ത്യജിക്കുമ്പോൾ നാം മിശിഹായുടെ സ്നേഹമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് നമ്മിൽ പ്രവർത്തനനിരതമാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു? പകയ്ക്ക് പകരം ക്ഷമിക്കുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നു. അംഗീകാരം തേടുന്നതിന് പകരം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. നാം നിസ്വാർത്ഥമായി ജീവിക്കുമ്പോൾ ദൈവത്തിന് വിശുദ്ധവും പ്രസാദകരവുമായ ഒരു ബലിയായി നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നു. നമുക്കെങ്ങനെ ദിവസവും ഒരു ബലിയായി ജീവിക്കാം? ജീവനുള്ള ത്യാഗമായി മാറുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇത് ദൈനംദിന തിരഞ്ഞെടുപ്പാണ്. അത് ആരംഭിക്കാനുള്ള 3 വഴികൾ ഇതാ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്ന ഹൃദയത്തിനായി പ്രാർത്ഥിക്കുക. നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നയിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ലക്ഷ്യത്തോടെ ജീവിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്താനും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ സമയം ഉപയോഗിക്കുക. 3-ാമതായി ദൈവവചനം അനുസരിക്കുക. അവിടുത്തെ സ്നേഹവും വിശുദ്ധിയും പ്രതിഫലിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ വിനയവും ത്യാഗവും അനുസരണവും ആവശ്യമാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം നമ്മെ തന്നെ പൂർണ്ണമായി അവിടത്തേക്ക് സമർപ്പിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സന്തോഷം നാം അനുഭവിക്കുന്നു. ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ ഉള്ളടക്കത്തിനായി ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ സന്ദേശം പങ്കിടുക. അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. ദൈവത്തിന് ജീവനുള്ള ത്യാഗമായി നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? നന്ദി.